കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ജയകൃഷ്ണനായിട്ടൊക്കെ അടുപ്പ് വന്നത്. ഞാൻ യുവമോർച്ചയുടെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ആയ സമയത്ത് ജയകൃഷ്ണൻ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അപ്പോഴേ ബന്ധു അടുപ്പമുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കണ്ണൂരിൻ്റെ കൂടി ചുമതലയുള്ള സെക്രട്ടറിയായിട്ട് കണ്ണൂർ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് അന്ന് കണ്ണൂർ യുവമോർച്ചയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരിയാണ്. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി നേതാവുള്ള വത്സൻ തില്ലങ്കേരിയാണെന്ന് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്. ഈ ജയകൃഷ്ണൻ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഞങ്ങളൊരു ടീമായിരുന്നു. അപ്പോൾ ഏതാണ്ട് എല്ലാ സമയത്തും ജയകൃഷ്ണൻ്റെ വീട്ടിൽ പോകും, വീടുമായിട്ടൊക്കെ ബന്ധപ്പെടും. ജയകൃഷ്ണൻ നല്ല കമ്പനിയായിരുന്നു. ജയകൃഷ്ണൻ വീട്ടിലെ മൂത്ത ആളായിരുന്നു. അപ്പം ജയകൃഷ്ണൻ ഇങ്ങനെ കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ ജയകൃഷ്ണൻ അമ്മക്ക് വലിയ ആഗ്രഹമായിരുന്നു. ജോലി ഉണ്ടല്ലോ, അധ്യാപകനാണല്ലോ. പക്ഷേ എന്തുകൊണ്ടോ അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഒതുങ്ങിക്കൂടാൻ ജയകൃഷ്ണൻ തയ്യാറായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പിന്നെ അത് ആലോചിക്കുമ്പോൾ എന്തോ മൂപ്പർക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ടാവാം. പോകുന്ന സമയത്തൊക്കെ അമ്മയ്ക്ക് എപ്പോഴും പറയാനുണ്ടായിരുന്നത് ജയകൃഷ്ണനോട് കല്യാണം കഴിപ്പിക്കുന്നതായിരുന്നു. അന്ന് അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് കണ്ണൂരിൽ നിന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പോകുന്നു. പിന്നെ ഞാൻ എൻ്റെ കേന്ദ്രം കുറച്ചു കാലം തൃശ്ശൂരായി. ജയകൃഷ്ണൻ മാഷ് കൊല്ലപ്പെടുന്ന ആ സമയം ഞാനന്ന് സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. അപ്പോൾ അത് നമുക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ജയകൃഷ്ണൻ മാഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഞെട്ടലായിരുന്നു അല്ലേ? പിന്നെ ഒന്ന് ഞെട്ടൽ, അത്രയും നമ്മൾ ഭയങ്കര അടുപ്പമായിരുന്നു. കാരണം ജയകൃഷ്ണൻ മാഷ് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ OK വാസു മാഷ് സ്ഥാനാർത്ഥിയായിരിക്കുന്ന സമയത്ത് ചീഫ് ഇലക്ഷൻ ഏജൻറ്റ് ജയകൃഷ്ണൻ. ആ ഇലക്ഷൻ്റെ സമയത്താണ് അവിടെ മറ്റേ P. ജയരാജനെതിരെയുള്ള സംഭവം നടക്കുന്നത്. അപ്പം അന്ന് നമുക്ക് പേടിയുണ്ടായിരുന്നു, ജയകൃഷ്ണൻ ഒരു റിട്ടാലിയേഷൻ ജയകൃഷ്ണനെതിരായിട്ട് ഉണ്ടാവുമെന്നൊക്കെ. അപ്പം അന്ന് തന്നെ ജയകൃഷ്ണനോട് നമ്മൾ സംസാരിച്ചതാണ്, ശ്രദ്ധിക്കണം. അപ്പം ഞങ്ങൾ ശ്രദ്ധിക്കുന്ന സ്വഭാവമൊന്നും ജയകൃഷ്ണൻ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ജയകൃഷ്ണനെതിരായിട്ടുള്ള ഭീഷണി വരുന്നു. 2-3 സ്ഥലത്ത് ജയകൃഷ്ണനെതിരായിട്ടുള്ള ഒരു അറ്റാക്ക് ഉണ്ടായി. ചെറിയ വ്യത്യാസത്തിന് ജയകൃഷ്ണൻ രക്ഷപ്പെട്ടു പോയതാണ്. അപ്പം നമുക്ക് ഉറപ്പായി ടാർഗറ്റഡാണ്. അപ്പം അങ്ങനെ നമ്മുടെ ഒരു സംസ്ഥാന യോഗത്തിൽ വെച്ച് ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അന്ന് മുകുന്ദട്ടനാണ് പാർട്ടിയുടെ സ്റ്റേറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി. മുകുന്ദട്ടൻ എന്നോട് പറഞ്ഞു ജയകൃഷ്ണനോട് സംസാരിക്കും, കണ്ണൂരിൽ നിന്ന് മാറാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ ഞാൻ ജയകൃഷ്ണനോട് സംസാരിക്കുന്നതിന് തീരുമാനമെടുത്തു. നമ്മൾ കണ്ണൂരിൽ നിന്ന് പാലക്കാടേക്ക് ജയകൃഷ്ണൻ്റെ സെൻറ്റർ മാറ്റാനും പാലക്കാട് ജില്ലയുടെ ചാർജ് ഏൽപ്പിക്കാനും ഒക്കെ നിശ്ചയിച്ചു. അനൗൺസ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ജയകൃഷ്ണനോട് സംസാരിച്ചതിന് ശേഷം അനൗൺസ് ചെയ്യാൻ ഇങ്ങനെ മാറ്റമുണ്ട്, നിങ്ങൾ കണ്ണൂരിൽ നിന്ന് പാലക്കാടേക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ഭയങ്കര റിക്വസ്റ്റ് ചെയ്തു ജയകൃഷ്ണൻ, ഒരു കാരണവശാലും കണ്ണൂരിൽ നിന്ന് മാറ്റരുത്. കണ്ണൂരിൽ നിന്ന് മാറ്റുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമായിരിക്കും. കാരണം ഇപ്പം നിങ്ങൾ കണ്ണൂരിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ CPM പ്രചരിപ്പിക്കുക, ഞാൻ പേടിച്ചു പോയി നമ്മൾ അങ്ങനെ പേടിച്ചു പോകാൻ ഞാൻ ആഗ്രഹം. മരിക്കുന്നുണ്ടെങ്കിൽ കണ്ണൂർ തന്നെ കിടന്ന് മരിക്കാൻ പേടിച്ചു പോകാൻ ഞാൻ ആഗ്രഹം. അപ്പോൾ ഞാൻ ഒരുപാട് നിർബന്ധിച്ച് നോക്കി, പക്ഷേ അമ്പിനും വില്ലിനും അയാൾ എടുത്തില്ല. പിന്നെ ഞാൻ പാർട്ടി നേതൃത്വത്തെ കൊണ്ട് പറയിപ്പിച്ചു. പാർട്ടി നേതൃത്വത്തോടും അയാൾ ഇത് തന്നെ പറഞ്ഞു, ഞാൻ കണ്ണൂർ വിട്ട് ഞാൻ പോകില്ല, വേണമെങ്കിൽ ഞാൻ എൻ്റെ ചുമതലകൾ മാറ്റിക്കും, പക്ഷേ കണ്ണൂർ വിട്ട് ഞാൻ പോകില്ല. പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ ആളുകൾ കണ്ണൂർ തന്നെ നിൽക്കുന്നത്. അപ്പോഴും അയാളോട് നമ്മൾ പറയുന്നു ശ്രദ്ധിക്കണം. ഞാൻ പക്ഷേ ബോധപൂർവ്വം കണ്ണൂർ ജില്ലയിലെ പരിപാടികൾ അയാളെ മാക്സിമം ഫ്രീ ആക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ടായിരുന്നു. കാരണം കൂടുതൽ കണ്ണൂർ ജില്ലയിൽ പങ്കെടുത്തിട്ട് വാദപ്രതിവാദങ്ങളൊക്കെ നടത്തി വേണ്ട ഒരു ഇതാണ്. പക്ഷേ അതൊന്നും എന്നാലൊക്കെ അയാൾ ഇപ്പം കൊല്ലപ്പെടുന്നതിൻ്റെ തലേന്ന് അപ്പോൾ അയാൾ ശരിക്കും വയനാട് ജില്ലയിൽ പോകേണ്ടതാണ് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. വയനാട് ജില്ലയിൽ പ്രോഗ്രാമിന് അയാൾ നിശ്ചയിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം അയാൾ പോയിട്ടില്ല എന്നറിയുന്നത്. അപ്പോൾ എന്താ പോവാത്തെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളന്ന് എറണാകുളത്തൊരു വലിയ സമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അറേഞ്ച്മെൻറ്റ് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ അന്ന് ഡിസംബർ 1 രാവിലെ ഞാൻ ജയകൃഷ്ണൻ വിളിക്കുന്നുണ്ട്. അന്ന് ലാൻഡ് ഫോണുകൾ. അപ്പം ഞാനൊരു 9-9:15 വിളിച്ചു, എന്താ വയനാട്ടിൽ പോകാത്ത ഞാൻ കുറച്ച് പരീക്ഷയെ സംസാരിച്ചു, നിശ്ചയിച്ച പരിപാടിക്ക് പോകണ്ടേ. അപ്പോൾ എന്നോട് പയ്യന്നൂരിലൊരു സർവകക്ഷി യോഗം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പോകാഞ്ഞത്. ഞാൻ പയ്യന്നൂരിലെ സർവകക്ഷി യോഗം അല്ലല്ലോ പ്രധാനം, നിങ്ങൾ വയനാട് ജില്ലയിൽ പോകാനല്ലേ, പാർട്ടി പരിപാടിയല്ലേ. അല്ല, അത് ഇച്ചിരി അത്യാവശ്യം ഉണ്ടായതുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എന്നോട് ഞാൻ ഇറങ്ങാൻ നോക്കാം സ്കൂളിലേക്ക്, ഞാൻ വൈകുന്നേരം വന്നിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. 9 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടാകും. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണല്ലോ കൊല്ലപ്പെട്ടു പോയി ഇറങ്ങി. അപ്പോൾ അത് പിന്നെ നമ്മൾ ആലോചിക്കും, ജയകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയിലെ പാർട്ടി പ്രവർത്തകന്മാരെ വിട്ടിട്ട് അങ്ങോട്ട് പോകാനും തയ്യാറല്ലായിരുന്നു. ഏത് ചെറിയ വിഷയം, പോലീസ് സ്റ്റേഷൻ വിഷയമാണ് അയാൾ നേരിട്ട് പോകും. അത് പോയില്ലെങ്കിൽ അയാൾക്കൊരു പാർട്ടി പ്രവർത്തകന്മാരെ ഒറ്റക്ക് പറഞ്ഞേക്കില്ല എന്നുള്ളൊരു വിഷയം. അപ്പം അങ്ങനെ ഒരു ഭയങ്കര ഇതായിരുന്നു. അത് കൊലപാതകം നമുക്ക് നല്ല ഭയങ്കര എന്താ പറയുക, ഷോക്കിംഗ് ആയിരുന്നു. ഏറ്റവും അവസാനം സംസാരിച്ച ആളായിരിക്കും അല്ലേ? ഏറ്റവും അവസാനം സംസാരിച്ചതാണ്.
ഏറ്റവും ശരിക്ക് എന്നെ ഫോണിൽ വിളിച്ചതിന് ശേഷം പിന്നെ ജയകൃഷ്ണൻ മാഷ് സംസാരിച്ചത് കൃഷ്ണദാസേട്ടനോട് മാത്രമാണ്. കാരണം ഒരു കത്ത് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണദാസേട്ടനോട് പറഞ്ഞിരുന്നു ഞങ്ങൾ എന്തോ ശുപാർശ കത്താണ്. അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് ഇറങ്ങാണ്, കൃഷ്ണദാസേട്ടൻ തലശ്ശേരിക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾ സ്കൂൾ വഴി വന്നാൽ ഒരു കടയിൽ കത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. കൃഷ്ണദാസേട്ടൻ അയാൾ വഴിയെ പോയത്. പക്ഷേ പോയി ജയകൃഷ്ണ മാഷെ കാണാൻ പറ്റിയില്ല. ശേഷം കൃഷ്ണദാസേട്ടൻ സ്കൂൾ പാസ് ചെയ്തിട്ട് തലശ്ശേരി BJP ഓഫീസിൽ എത്തിക്കുമ്പോഴേക്കും ഈ സംഭവം നടന്നിരിക്കുന്നു. ചെറിയ അപ്പോൾ അങ്ങനെയാണ് അവസാനമായി സംസാരിച്ച എന്നോട് തന്നെയാണ്. കൃഷ്ണദാസേട്ടനെ നേരിട്ട് കാണാൻ പറ്റില്ല. അത് കഴിഞ്ഞ് സംഭവം ഞാനന്ന് വടകര ഉണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് സംഭവം പറഞ്ഞിട്ട് നേരെ തലശ്ശേരി ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ജയകൃഷ്ണൻ്റെ ബോഡി കൊണ്ടുവന്നിരിക്കും. പക്ഷെ ആ ബോഡി നമുക്ക് കാണാൻ പറ്റില്ല, അത്രയ്ക്കും ഭീകരമായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടത്. അത്രമാത്രം ക്രൂരമായിട്ടാണ്. കണ്ണൊക്കെ ചൂഴ്ന്നെടുത്തോ ഭയങ്കരമായിരുന്നു. ഇന്നത്തെ പോലെ വിഷ്വൽ മീഡിയ അത്ര സജീവമല്ലാത്തതുകൊണ്ടാണ്. എനിക്ക് TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിൽ ചന്ദ്രശേഖരൻ്റെ ശരീരത്തോട് CPMകാർ കാണിച്ച ക്രൂരതയൊക്കെ ആൾക്കാർ പറയുമല്ലോ. ഇന്നത് വിഷ്വലൈസ്ഡാണ്. പക്ഷെ അതിനേക്കാൾ എത്രയോ ജയകൃഷ്ണ മാഷ ശരീരത്തിൽ ഒരു വിരലുണ്ടായിരുന്നില്ല. അതൊന്നും പുറത്തായില്ല. വിരലുണ്ടായിരുന്നില്ല. ഒരു വിരലുണ്ടായിരുന്നില്ല. വിരൽ അപ്പോഴും ഇപ്പോഴും ഇല്ല. നാക്കിൻ്റെ പകുതി മുറിച്ചായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ ബാർബേറിയൻ എന്ന് പറയുന്നത് ബാർബേറിയൻ വെച്ചാൽ അതായത് CPMനെതിരായിട്ട് സംസാരിക്കുന്ന നാക്ക് അത് മുറിക്കുക, CPMനെതിരായിട്ട് ചൂടുന്ന വിരൽ മുറിക്കുക. പിന്നെ നമ്മൾ അറിയുന്നത് വെച്ചാൽ നമ്മുടെ ചന്ദ്രശേഖരൻ്റെ കേസിൽ ഒരു രജീഷിനെ പ്രതിയെ പിടിച്ചിരുന്നു. അയാൾ കേസിൽ പ്രതിയാണ്. അയാൾ അന്ന് ഈ പോലീസുകാർ ചോദ്യം ചെയ്തപ്പോൾ അയാളാണ് പറഞ്ഞത് വിരൽ മുറിക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. അത് CPMൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ നിർദ്ദേശമായിരുന്നു പോലും. കാരണം ഏതോ ഒരു പരിപാടിയിൽ ഒരു സർവകക്ഷി യോഗത്തിൽ അയാൾക്കെതിരായിട്ട് വിരൽ ചൂണ്ടി സംസാരിച്ചു. അതുകൊണ്ട് ആ വിരൽ മുറിക്കണം. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറയുന്നു. പക്ഷെ അത്രയും വികൃതമായിരുന്നു ജയകൃഷ്ണൻ്റെ. അപ്പോൾ ഞാനും കൃഷ്ണദാസേട്ടനും ഒരുമിച്ചാണ് മോർച്ചറിയിൽ ബോഡി കാണുന്നത്. കൃഷ്ണദാസേട്ടൻ തലചുറ്റി വീണു. കാരണം അത്രയും ഭീകരമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആ ഷോക്കിൽ നിന്ന് വിമുക്തമാകാൻ കുറച്ച് ദിവസം എടുത്തു. അതിനുശേഷം നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അന്ന് മൂന്നേട്ടനാണ് മീറ്റിങ്ങിൽ പങ്കെടുത്തത്. അപ്പം മൂപ്പര് പറഞ്ഞത് ജയകൃഷ്ണൻ മാഷ്ട കൊലപാതകത്തിനോടുള്ള നമ്മുടെ ഒരു റിട്ടാലിയേഷൻ എന്ന് പറയുന്നത് ജയകൃഷ്ണൻ മാഷ പ്രവർത്തനം ശക്തമായി മുമ്പോട്ട് പോകും, കൂടുതൽ ആൾക്കാർ സജീവമായി രംഗത്ത് വരിക, അങ്ങനെ ഒരു കോള് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കോൾ കൊടുത്ത ധാരാളം ആളുകൾ യുവമോർച്ചയുടെ മുഴുവൻ സമയ പ്രവർത്തകരായിട്ട് വരാൻ തയ്യാറായിട്ട് അന്ന് ഫുൾ ടൈമറായിട്ട് വന്ന ധാരാളം ആൾക്കാർ ഇപ്പോൾ പാർട്ടിയിൽ സജീവമായിട്ടുണ്ട്. അതൊരു പക്ഷേ നമുക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള യുവമോർച്ച പ്രവർത്തനത്തിലെല്ലാം ജയകൃഷ്ണൻ മാഷ് ഒരു ഫീലിംഗ് ആയിരുന്നു. ജയകൃഷ്ണൻ മാഷ് വലിയ വികാരമായി കൊണ്ടു നടന്നു. ഇപ്പോഴും നമുക്ക് ജയകൃഷ്ണൻ മാഷെക്കുറിച്ചുള്ള ഒരുപാട് നല്ല ഓർമ്മകൾ. കാരണം നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം ഒരുമിച്ച് കൂടും. ജയകൃഷ്ണൻ സാധാരണ ചെയ്യാറെന്ന് വെച്ചാൽ വൈകുന്നേരം കണ്ണൂർ ഓഫീസിൽ വരും, സ്കൂൾ വിട്ട് വൈകുന്നേരം കണ്ണൂർ ഓഫീസിൽ വരും, രാത്രി കുറേ നേരം സംസാരിക്കും. അപ്പോൾ രാത്രി ഒരു ബസ്സുണ്ട് പാനൂരേക്ക്, ആ ബസ് കിട്ടുകയാണെങ്കിൽ അതിന് കയറിപ്പോവും, ഇല്ലെങ്കിൽ അവിടെ കിടക്കും, കണ്ണൂർ ഓഫീസിൽ കിടക്കും. ഞങ്ങൾ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഫസ്റ്റ് ബസ്സിന് എഴുന്നേറ്റ് പോയി. അപ്പോൾ മിക്കവാറും ഏതാണ്ട് എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ ഒരുമിച്ചുണ്ടാവും, ഒരുമിച്ച് സിനിമക്ക് പോകും. തിരിച്ച് മൂപ്പര് വീട്ടിൽ പോകുന്നില്ല, ഞങ്ങൾ രാത്രി സെക്കൻഡ് ഷോ കാണും ഒരുമിച്ച്. അങ്ങനെ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു ജയകൃഷ്ണനായിട്ട്. അപ്പോൾ അതെനിക്ക് പേഴ്സണലായിട്ടും ഭയങ്കര ഫീലിംഗ് ആയിരുന്നു ഒരു കൊലപാതകം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.